സഞ്ജുവിന് വിചാരിച്ച പോലത്തെ ചാൻസസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ടീം അത് നോക്കാൻ പോണില്ല. അവര് ഓരോ കളിക്കാർക്കും എപ്പോൾ ഒരു അവസരം കിട്ടണോ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ നോക്കേണ്ടത്. ഈ ടീം മാനേജ്മെന്റ് പൊതുവെ അതിപ്പോൾ ഹർഷ്ദീപ് സിംഗ് 2 കളിയെ കളിച്ചില്ല. രണ്ടാമത്തെ കളിയിൽ അവസാനം വന്ന് ബോൾ ചെയ്തിട്ടാണ് നമുക്ക് ശ്രീലങ്കയായിട്ട് സൂപ്പർ ഓവർ വരെ എത്താൻ പറ്റിയത്. അതുപോലെ സഞ്ജുവിനും ചുരുങ്ങിയ അവസരങ്ങളെ കിട്ടിയുള്ളൂ. പക്ഷെ ഒമാനെതിരെ നന്നായി കളിച്ചു. അത് അത്ര എളുപ്പമുള്ളൊരു കളി ആയിരുന്നില്ല വിചാരിച്ച പോലെ. പിന്നീട് ശ്രീലങ്കയ്ക്കെതിരെ കുഴപ്പമില്ലാതെ കളിച്ചു. ഇന്നലെ നമ്മൾ റൺസ് നോക്കാൻ പാടില്ല ഫൈനലിൽ. ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ലെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും കളി തോൽക്കും. സഞ്ജുവും തിലക് വർമ്മയും കൂടി ചേർന്നിട്ട് അവർ 6-7 ഓവർ ബാറ്റ് ചെയ്തത് കാരണമാണ് പിന്നീട് വന്നവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് കളി ഫിനിഷ് ചെയ്യാൻ. പിന്നെ കീപ്പിംഗ് ഒരു ഉഗ്രം ക്യാച്ച് ഉണ്ടായിരുന്നു ഡൈവ് ചെയ്ത് പിടിച്ചത്. പിന്നെ ഷഹീൻ അഫ്രീദിയുടെ DRS ഇതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള 15 മാച്ച് ഉണ്ട് ലോകകപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം എന്തായാലും അതിലൊരു 8-10 കളി കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ.